അതിഥി വേഷങ്ങളിൽ എത്തി സിനിമയിലെ പ്രധാന അഭിനേതാക്കളെ അപ്രസക്തരാക്കി പ്രേക്ഷകരുടെ കയ്യടി വാരിക്കൂട്ടുന്ന താരങ്ങളെപ്പോലെ മികച്ച അഭിനേതാക്കൾക്കും ഒരു രംഗം തന്നെ ധാരാളമാണ് അവരുടെ മാസ്മരിക പ്രകടനം പുറത്തെടുക്കാൻ. അതിഥി വേഷത്തിലെത്തി മോഹൻലാൽ തകർത്താടിയ 5 കഥാപാത്രങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. നമ്പർ 1 മനു അങ്കിൾ. തിരക്കഥാകൃത്ത് ഡെന്നിസ് ജോസഫ് മമ്മൂട്ടിക്കൊപ്പം ബാലതാരങ്ങളെ കേന്ദ്രകഥാപാത്രങ്ങളായി സംവിധാനം ചെയ്ത ചിത്രമാണ് മനു അങ്കിൾ. മ്യൂസിയത്തിലെ കിരീടമോഷണവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുട്ടികളുടെ സമാന്തര അന്വേഷണവുമൊക്കെയാണ് സിനിമയുടെ പ്രധാന പ്ലോട്ട്. ചിത്രത്തിൽ ഒരു പ്രധാന വേഷമാണ് മോഹൻലാൽ അഭിനയിക്കുന്നത്. 2-3 സീനുകൾ മാത്രം. എത്ര മനോഹരമായി തന്റെ സാന്നിധ്യം അറിയിച്ചു മോഹൻലാൽ കടന്നുപോകുന്നു. ചിത്രത്തിൽ കള്ളനല്ലെങ്കിൽ നിങ്ങളാരാണെന്ന കുട്ടികളുടെ ചോദ്യത്തിൽ മുന്നിൽ അയാൾ സസ്പെൻസ് പൊളിക്കുന്നു. അത്യാവശ്യം സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാ. പേര് മോഹൻലാൽ. ചിത്രം ബോക്സ് ഓഫീസിൽ 100 ദിവസം നിലനിന്നു. ചിത്രം ഒരു വമ്പൻ ഹിറ്റായിരുന്നു. നമ്പർ 2 1 മുതൽ 0 വരെ. തിരക്കഥാകൃത്ത് രഘുനാഥ് പലേരി സംവിധാനം ചെയ്ത ചിത്രമാണ് 1 മുതൽ 0 വരെ. വിധവയായ അലീനയുടെയും അവരുടെ മകൾ ദീപ്മോളുടെയും ജീവിതത്തിലേക്ക് ഒരു ഫോൺകോളിലൂടെയാണ് അയാൾ കടന്നുവരുന്നത്. പതിയെ പതിയെ അയാൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നു. ദീപ്മോളുടെ പ്രിയപ്പെട്ട ടെലിഫോൺ അങ്കിളാകുന്നു. ഭർത്താവിന്റെ ഓർമ്മകളിൽ ജീവിക്കുന്ന അലീനയും ഒരു ഘട്ടത്തിൽ അയാളെ കാത്തിരിക്കാൻ തുടങ്ങുന്നു. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അയാളുടെ ചിത്രം മനസ്സിലും പിന്നീട് കാൻവാസിലേക്കും അലീന കോറിയിടുന്നു. മോഹൻലാലിന്റെ വ്യത്യസ്തമായൊരു കഥാപാത്രമാണ് 1 മുതൽ 0 വരെ സിനിമയിലെ ടെലിഫോൺ അങ്കിൾ. കൂടുതൽ സീനുകളിലും ശബ്ദ സാന്നിധ്യമായിട്ടാണ് മോഹൻലാലിന്റെ കഥാപാത്രം കടന്നുവരുന്നത്. ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഹിറ്റായിരുന്നു. നമ്പർ 3 കായംകുളം കൊച്ചുണ്ണി. സഞ്ജയ് ബോബിയുടെ തിരക്കഥയിൽ റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത ചിത്രമാണ് കായംകുളം കൊച്ചുണ്ണി. നിവിൻ പോളിയാണ് ടൈറ്റിൽ വേഷത്തിലെത്തുന്നത്. ഇത്തിക്കരബക്കയുടെ വേഷത്തിലെത്തുന്ന മോഹൻലാൽ അക്ഷരാർത്ഥത്തിൽ തിയേറ്ററുകൾ ഇളക്കി മറിച്ചാണ് കടന്നുവന്നത്. തന്റെ സ്വന്തസിദ്ധമായ കെസ്യതി കലർന്ന ശൈലിയിലൂടെ മോഹൻലാൽ ആ വേഷം ഗംഭീരമാക്കി. ോടെ ഏത് പറഞ്ഞ് കൈകൊടുക്കാറുള്ളൂ. ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ ഹിറ്റായിരുന്നു. നമ്പർ 4 സമ്മർ ഇൻ ബത്ലഹേം. ഒരൊറ്റ സീനിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കുന്ന പ്രകടനമാണ് സമ്മർ ഇൻ ബത്ലഹേമിലെ മോഹൻലാലിന്റെ നിരഞ്ജൻ എന്ന കഥാപാത്രം. ജയറാം, സുരേഷ് ഗോപി, മഞ്ജു വാര്യർ എന്നിവരെ കേന്ദ്രകഥാപാത്രങ്ങളാക്കി CB മലയിൽ സംവിധാനം ചെയ്ത സമ്മർ ഇൻ ബത്ലഹേമിൽ വധശിക്ഷ കാത്തുകിടക്കുന്ന കലാലയ അധ്യാപകന്റെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത്. മോഹൻലാലിന്റെ സ്ക്രീനിലെ സാന്നിധ്യം കൊണ്ടു മാത്രം അവിസ്മരണീയമായി തീർന്ന രംഗം. ഒരുവേള സുരേഷ് ഗോപിയുടെ ഡെന്നിസിനെയും മഞ്ജു വാര്യരുടെ ആമിയെയും അപ്രസക്തമാക്കി കളഞ്ഞ കാമിയോ. നമ്പർ 5 ജയിലർ. സൂപ്പർ സ്റ്റാർ രജനികാന്തിനെ നായകനാക്കി നെൽസൺ സംവിധാനം ചെയ്ത ജയിലറിലെ മോഹൻലാലിന്റെ അതിഥി വേഷം സമീപകാലത്ത് അദ്ദേഹത്തിനു ഏറെ പ്രശംസ നേടിക്കൊടുത്ത വേഷമാണ്. സ്വാഗും സ്റ്റൈലും ഒരുപോലെ സമന്വയിക്കുന്ന മാത്യു എന്ന ഗ്യാങ്സ്റ്ററുടെ വേഷത്തിലാണ് മോഹൻലാൽ ജയിലറിൽ വേഷമിടുന്നത്. മാത്യുവിന്റെ കാമിയോ കഥാപാത്രത്തിനു വേണ്ടി അനിരുദ്ധ് രവിചന്ദ്രൻ പ്രത്യേകം തീം മ്യൂസിക് തന്നെ കമ്പോസ് ചെയ്തിരുന്നു. സൂപ്പർഹിറ്റ് വിജയത്തിനു ശേഷം കേരളത്തിൽ ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന ജയിലർ 2-ലും മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ.